നമസ്കാരം. 2025 ജനുവരിയിൽ, അതായത് ഈ കഴിഞ്ഞ ആഴ്ച അവസാനിച്ച ഭാരത് മൊബിലിറ്റി എക്സ്പോയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ CNG സ്കൂട്ടർ പരിചയപ്പെടുത്തിയിരിക്കുകയാണ് TVS. കഴിഞ്ഞ വർഷം ബജാജ് ഫ്രീഡം 125 എന്ന പേരുള്ള ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു വീഡിയോ നമ്മൾ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. TVS ജൂപ്പിറ്റർ 125 CNG എന്ന ഈ സ്കൂട്ടറിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് പെട്ടെന്ന് തന്നെ നോക്കാം. ഈ TVS ജൂപ്പിറ്ററിന്റെ 125cc പെട്രോൾ വേരിയന്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ CNG ജൂപ്പിറ്ററിന് ഡിസൈനിന്റെ കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. 7.2 bhp, അതായത് ഏകദേശം 5.3 കിലോവാട്ട് മാക്സിമം പവറും 9.4 ന്യൂട്ടൺ മീറ്റർ മാക്സിമം ടോർക്കും ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന 124.8 cc എയർ കൂൾഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്നത്. 81 km/h ആണ് ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡ്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ മൈലേജിന്റെ അല്ലെങ്കിൽ റേഞ്ചിന്റെ കാര്യം നോക്കാം. അതിനു മുമ്പ് ചെറിയൊരു കാര്യം പറയാനുണ്ട്. ഈ മൈലേജും റേഞ്ചും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് സത്യം പറയുകയാണെങ്കിൽ പലരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അതായത് പെട്രോൾ വണ്ടികൾ എന്തുകൊണ്ടാണ് മൈലേജ് എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികൾ എന്തുകൊണ്ടാണ് റേഞ്ച് എന്ന് പറയുന്നതെന്ന്. ഒരുപക്ഷെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, എന്നാലും ഞാൻ പെട്ടെന്ന് പറയാം. ഒരു ഉദാഹരണത്തിന്, മാക്സിമം 3 ലിറ്റർ ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കാൻ സാധിക്കുന്ന ഒരു സ്കൂട്ടറിന്റെ മൈലേജ് 50 കിലോമീറ്റർ ആണെന്ന് കരുതുക. അതായത് 1 ലിറ്റർ അടിച്ചാലും നമുക്ക് കിട്ടുന്നതാണ് മൈലേജ്. മാക്സിമം 3 ലിറ്റർ അടിക്കാൻ പറ്റും, അതായത് 150 കിലോമീറ്റർ മാക്സിമം നമുക്ക് ഓടാം. അതാണ് റേഞ്ച്. അതേപോലെ 4 kWh ബാറ്ററി ഉള്ള ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൽ 120 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കുമെന്ന് കരുതുക. ഇതിൽ 120 കിലോമീറ്റർ ആണ് റേഞ്ച്, കാരണം ബാറ്ററി ചാർജ് മാക്സിമം 100%. ഇലക്ട്രിക് വാഹനങ്ങളിലും നമുക്ക് മൈലേജ് നോക്കാൻ പറ്റും കേട്ടോ. ഈ 4 kWh ബാറ്ററി ഉള്ള സ്കൂട്ടറിൽ ഫുൾ ചാർജിലാണ് നമ്മൾ 120 കിലോമീറ്റർ റേഞ്ച് പറഞ്ഞത്. ഈ സ്കൂട്ടറിൽ 1 kWh ബാറ്ററി ചാർജ് ചെയ്യാൻ 1 യൂണിറ്റ് കറണ്ടാണ് വേണ്ടത്. അതിൽ നമുക്ക് 30 കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഈ സ്കൂട്ടറിന്റെ മൈലേജ് 30 കിലോമീറ്റർ ആണെന്ന് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ യൂണിറ്റിൽ ഒരു വാഹനത്തിൽ എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ് മൈലേജ്. അതേ ഒരു വാഹനത്തിൽ തന്നെ മാക്സിമം നമുക്ക് ഫ്യൂൾ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് എത്ര കിലോമീറ്റർ സഞ്ചരിക്കാൻ സാധിക്കും എന്നതാണ് റേഞ്ച്. TVS ജൂപ്പിറ്റർ CNG 125ന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 2 ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് കപ്പാസിറ്റിയും 1.4 കിലോഗ്രാമിന്റെ CNG ടാങ്ക് കപ്പാസിറ്റിയുമാണ് ഉള്ളത്. പെട്രോൾ നമ്മൾ ഫില്ല് ചെയ്യുന്നത് മുന്നിൽ ഇവിടെ തന്നെയാണ് കേട്ടോ. താഴെ ഫുഡ് ബോർഡിലാണ് പെട്രോൾ ടാങ്ക് ഫിക്സ് ചെയ്തിരിക്കുന്നത്. CNG ടാങ്ക് സീറ്റിന്റെ താഴെ ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബൂട്ട് സ്പേസിനെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. 1 ലിറ്റർ പെട്രോളിൽ നിന്നും 54 കിലോമീറ്റർ മൈലേജാണ് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. അതായത് 2 ലിറ്റർ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചാൽ ഏകദേശം 110 കിലോമീറ്ററിനടുത്ത് നമുക്ക് റേഞ്ച് കിട്ടുമെന്നർത്ഥം. അതേപോലെ 1 കിലോഗ്രാം CNGയിൽ നിന്നും 84 കിലോമീറ്റർ മൈലേജാണ് കമ്പനി പറയുന്നത്. എന്ന് വെച്ചാൽ 1.4 കിലോഗ്രാം ഫുൾ ടാങ്ക് CNGയിൽ നിന്നും ഏകദേശം 120 കിലോമീറ്ററിന് തൊട്ട് താഴെ റേഞ്ച് ലഭിക്കണം. ശരിയല്ലേ? അങ്ങനെ ഈ ഫുൾ ടാങ്ക് പെട്രോളിൽ നിന്നും ലഭിക്കുന്ന ഏകദേശം 110 കിലോമീറ്റർ റേഞ്ചും CNG ഫുൾ ടാങ്കിൽ നിന്നും ലഭിക്കുന്ന ഏകദേശം 120 കിലോമീറ്ററിനടുത്ത് റേഞ്ചും ചേർത്താണ് ഈ വണ്ടിക്ക് മൊത്തം 226 കിലോമീറ്ററിനടുത്ത് റേഞ്ച് കമ്പനി വാഗ്ദാനം ചെയ്യുന്നത്. ഇത് പക്ഷേ IDC റേഞ്ചാണ് കേട്ടോ. റിയൽ ലൈഫിൽ, അതായത് നമ്മുടേതായ സ്റ്റൈലിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പം റേഞ്ച് കുറച്ച് കുറവായിരിക്കും കിട്ടുക. അത് തീർച്ചയായിട്ടും എല്ലാ വണ്ടികളിലും അങ്ങനെ തന്നെയാണല്ലോ, അല്ലേ? ഇതെല്ലാം വെച്ച് നോക്കുമ്പം റണ്ണിങ് കോസ്റ്റിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വണ്ടിയിൽ 1 കിലോമീറ്റർ ഓടാൻ 1 രൂപയിലും താഴെ മതിയെന്നാണ് TVS ക്ലെയിം ചെയ്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ വണ്ടിയുടെ സീറ്റിന്റെ താഴെയാണ് CNG ടാങ്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ കുറച്ച് ബാക്കോട്ടൊക്കെ ആയിട്ട് നിങ്ങൾക്ക് CNG ടാങ്കിൻ്റെ പ്രഷർ ഗേജ് കാണാം. അതുപോലെ തന്നെ CNG ഫില്ല് ചെയ്യുന്ന നോസിലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതേപോലെ മെറ്റൽ ബോഡിയിലാണ് ഈ വണ്ടി ഇറങ്ങുന്നത്. മുന്നിൽ ഡിസ്കും പിറകിൽ ഡ്രം ബ്രേക്കോടും കൂടി വരുന്ന ഈ വണ്ടിക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് മുന്നിൽ കൊടുത്തിരിക്കുന്നത്. അതേപോലെ പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ മോണോഷോക്ക് സസ്പെൻഷനാണ് പിറകിൽ. ഡയമണ്ട് കട്ടോട് കൂടി വരുന്ന അലോയ് വീലുകളാണ്. അതേപോലെ സെക്ഷൻ 100/90 ഇഞ്ചസിന്റെ ട്യൂബ്ലെസ് ടയറുകളാണ് മുന്നിലും പിന്നിലും കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ എക്കോ പവർ എന്നീ 2 മോഡുകളുണ്ട്. CNGയിൽ നിന്നും പെട്രോളിലേക്ക് മാറ്റുമ്പോഴും തിരിച്ചും ആ ഒരു ഇൻഡിക്കേഷൻ ഡിസ്പ്ലേയിൽ കാണിക്കും. പിന്നെ ഇത് സെമി ഡിജിറ്റൽ സ്പീഡോമീറ്റർ ആണ് കേട്ടോ. മുമ്പിൽ ഒരു ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യാൻ ഒരു USB സ്ലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോഡി ബാലൻസിങ് ടെക്നോളജി, ഓൾ ഇൻ വൺ ലോക്കിംഗ് സിസ്റ്റം, സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേഷൻ, എഞ്ചിൻ ഇൻഹിബിറ്റർ പോലെയുള്ള സംഗതികളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഇത്തരം വണ്ടികൾ കൂടുതലും ഫാമിലിയാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്നത് ഇതിന് ബൂട്ട് സ്പേസ് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വണ്ടിയിലെ റണ്ണിങ് കോസ്റ്റ് 1 കിലോമീറ്ററിന് 1 രൂപയിലും താഴെയാണെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ബൂട്ട് സ്പേസിൻ്റെ കാര്യമൊക്കെ എല്ലാവരും മറക്കും, അല്ലേ? ഈ വർഷം, അതായത് 2025 ഈ വണ്ടിയുടെ ലോഞ്ച് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. TVS ജൂപ്പിറ്റർ CNGയുടെ പ്രതീക്ഷിക്കുന്ന എക്സ് ഷോറൂം വില 1 ലക്ഷം രൂപയ്ക്ക് അടുത്താണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.